വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാചകത്തിൻ്റെ വീഡിയോ മറ്റും ഒന്നുമായിട്ടല്ല. നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഒറ്റമൂലിയുടെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മുടെ ഉമിനീരാണ്. ഉമിനീരിന് വളരെയധികം പവറുണ്ട്. നമ്മുടെ ഉമിനീര് നമുക്ക് തന്നെ പ്രയോഗിക്കുന്നത് കൊണ്ട് ഒരു അറുപ്പും വെറുപ്പും ഒന്നും വേണ്ട. അത്രയ്ക്ക് ശക്തിയുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഉമിനീര്. അപ്പോൾ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയേണ്ട നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഉമിനീര് നല്ലൊരു മെഡിസിൻ കൂടിയാണ്. അത് ഞാൻ പരീക്ഷിച്ച് നോക്കി. അപ്പോൾ എനിക്ക് വളരെയധികം ഫലം ചെയ്തു. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമില്ല, നമ്മൾ കിടന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ, ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴൊക്കെ നമ്മുടെ കാലിൽ മസിൽ ഉരുണ്ട് കയറുന്ന ഒരു രോഗമുണ്ടല്ലോ, അതിനുള്ള ഒരു പ്രതിവിധിയാണ് കേട്ടോ. നമ്മുടെ നാവിൻ്റെ അടിയിൽ നിന്നും വരുന്ന ഉമിനീര് കാലിൽ ഉരുണ്ട് കയറുന്ന ഭാഗത്ത് കുറച്ചൊന്ന് എടുത്ത് ആ ചൂടോടുകൂടി ഒന്ന് തൂവി കൊടുത്താൽ പെട്ടെന്ന് വേദന ശമിക്കും കേട്ടോ. ഇത് നമുക്ക് മനസ്സിലാകുന്നത് തുടർച്ചയായിട്ടുള്ള ഉരുണ്ടുകയറ്റമുള്ളവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഏകദേശം ഒരു മാസം വരെ നിരീക്ഷിക്കുക. പിന്നെ നമുക്ക് ആ ഉരുണ്ടുകയറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒറ്റമൂലി ഫലിച്ചു എന്നർത്ഥം കേട്ടോ. അതുപോലെ തന്നെ പല രോഗങ്ങൾക്കും അവരവരുടെ ഉമിനീര് പ്രയോജനം ഫലം ചെയ്യും. നമ്മുടെ കണ്ണിൽ കങ്കോട്ടി വരുന്നുണ്ടല്ലോ, നമ്മുടെ കണ്ണിൽ കങ്കോട്ടി വരുമ്പോൾ ആ കങ്കോട്ടിയുടെ ഭാഗത്ത് കുറച്ച് ഉമിനീര് തേച്ച് കൊടുത്താൽ കങ്കോട്ടി പെട്ടെന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പൊള്ളലൊക്കെ ഏറ്റാൽ ആ ഭാഗത്ത് കുറച്ച് ഉമിനീര് തേച്ച് കൊടുത്താൽ പൊള്ളി കയറില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ മരുമകൻ അലി റസൂലിന് കണ്ണിൽ ചെങ്കണ്ണ് ബാധിച്ചപ്പോൾ ഉമിനീര് പുരട്ടിയാണ് സുഖപ്പെടുത്തിയെന്ന് വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യും കേട്ടോ. നമുക്ക് ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു അറപ്പും വെറുപ്പൊക്കെ ഉണ്ടാകും. പക്ഷെ നല്ല ഒരു ഒറ്റമൂലിയാണ്. നമ്മുടെ ഉമിനീരല്ലേ നമുക്ക് തന്നെ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അറപ്പും വെറുപ്പൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ ഒന്ന് ചെയ്തു നോക്കൂ. അതുപോലെ തന്നെ ചെറിയ പ്രാണികൾ, ഉദാഹരണത്തിന് നമ്മൾ കട്ടുറുമ്പൊക്കെ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ തരിപ്പ് വേദനയില്ലേ, അവിടെയൊക്കെ നമ്മൾ ഉമിനീര് പുരട്ടിയാൽ പെട്ടെന്ന് ആ തരിപ്പും വേദനയൊക്കെ മാറിക്കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ഉമിനീര് രാവിലെ എഴുന്നേറ്റ ഉടനെ വിരലിൽ തൊട്ട് ഒന്ന് കണ്ണെഴുതുന്നത് പോലെ ഒന്ന് ചെയ്താൽ തിമിരം വരില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉറക്കം എണീറ്റ ഉടൻ നമുക്ക് ഒരു കണ്ണിലൊരു ഉറക്കച്ചടവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ വിരലുകൾ നാവിൽ തൊട്ടിട്ട് ആ ഉമിനീര് കൊണ്ട് കണ്ണെഴുതുക. ഉടനെ വല്ലാത്തൊരു എനർജി കണ്ണിൽ അനുഭവപ്പെടുകയും. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. പിന്നെ നമ്മൾ വീഴുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ മുറിവൊക്കെ പറ്റാറില്ലേ. ആ മുറിവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഇതുപോലെ ഉമിനീര് പുരട്ടിയാൽ ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കടന്നൽ കുത്തേറ്റാൽ ആ കുത്തേറ്റ ഭാഗത്ത് നമ്മുടെ ഉമിനീര് പുരട്ടിയാൽ ആ തരിപ്പും വേദനയൊക്കെ മാറി ആ നീരൊന്നും വരത്തില്ല. നല്ലൊരു പ്രയോഗമാണ്. നമ്മൾ മലക്കറിയൊക്കെ അരിയുമ്പോൾ നമ്മുടെ കൈക്ക് മുറിവ് പറ്റിയാൽ അവിടെ ഇതുപോലെ തന്നെ ഉമിനീര് തേച്ച് കൊടുത്താൽ പെട്ടെന്ന് ആ രക്തം നിൽക്കുകയും മുറിവ് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ കൈപ്പത്തിയിലൊക്കെ പെട്ടെന്ന് മരവിപ്പും തരിപ്പും പെരുപ്പും ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മൾ ഈ ഉമിനീര് പുരട്ടി നോക്കുക, പെട്ടെന്ന് ആ മരവിപ്പും തരിപ്പും ഒക്കെ മാറിക്കിട്ടുവേ. എനിക്ക് കിടക്കുമ്പോൾ കാലിലൊക്കെ പെട്ടെന്ന് ഈ മസിലൊക്കെ ഉരുണ്ട് കയറാറുണ്ടായിരുന്നു കേട്ടോ. കൂടെ അത് വരാറുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ ചെയ്തതിന് ശേഷം എനിക്ക് ഇപ്പോൾ 1-2 മാസമായിട്ട് അങ്ങനെ ഉണ്ടാവാറില്ലേ. വളരെ ഭേദമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഉമിനീരിന് അത്രത്തോളം പവറുണ്ടെന്ന്. അപ്പോൾ പരീക്ഷിച്ച് നോക്കിയിട്ട് വളരെയധികം ഭേദപ്പെട്ടത് കൊണ്ടാണ് എൻ്റെ കൂട്ടുകാർക്ക് കൂടി ഇതുപോലെ ഒരു വീഡിയോ ചെയ്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഒറ്റമൂലി മാത്രമല്ല, ഒരു നല്ലൊരു മരുന്ന് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതിയാൽ മതിയേ. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ വളരെ അറപ്പും വെറുപ്പും തോന്നുന്ന ഈ ഉമിനീര് കൊണ്ട് വളരെയധികം പ്രയോജനപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ആരും ഇതൊന്ന് പരിഹസിച്ച് തള്ളിക്കളയരുത് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യൂ. നമ്മൾ റമദാൻ മാസത്തിലെ 1 മാസത്തെ വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ നിയ്യത്ത് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നും കഴിച്ചുകൂടാ. പക്ഷേ നമുക്ക് ഉമിനീര് മാത്രം ഇറക്കിയാൽ നോമ്പ് മുറിയില്ല എന്ന് പറയുന്നത് അതിൻ്റേതായ ഒരു സയൻസ് ഉണ്ട് കേട്ടോ. അത് എത്രത്തോളം എഫക്റ്റ് ആയതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ താപനില പിടിച്ചു നിർത്തുന്നത് കൊണ്ടാണ് നമുക്ക് ഉമിനീര് മാത്രം ഇറക്കാമെന്ന്
അതുകൊണ്ട് നോമ്പ് മുറിയത്തില്ല എന്ന് പറയുന്നതും ഇതുകൊണ്ടാണ്. അപ്പോൾ അത്രത്തോളം പവറുണ്ട് നമ്മുടെ ഉമിനീരിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.